നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 26 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വയനാട്, വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിന്റെ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്ന അങ്കലാപ്പിന്റെ പടുകുഴിയിലാണ് UDF. വയനാടിന്റെ ചുരമിറങ്ങി രാഹുൽ അംഗത്തിന് കച്ചമുറുക്കുമെന്നും അല്ല കന്നഡ നാട്ടിലേക്ക് പോരാട്ടം നയിക്കാൻ എത്തുമെന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ സജീവമാണ്. ഗണപതി കല്യാണം പോലെ നീണ്ടുപോകുന്ന രാഹുലിന്റെ തീരുമാനം കോൺഗ്രസുകാരുടെ നെഞ്ചിൽ തീയാണ് കോരിയിട്ടിരിക്കുന്നത്. അച്ഛനെ ധിക്കരിച്ച് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് NDA ക്യാമ്പിലെ പുതിയ വിശേഷം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും LDF കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടത്തുന്നത്. ഇതിനിടയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സൂര്യൻ എല്ലാ പാർട്ടികളുടെയും പ്രചരണത്തെ കടന്നാക്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും പ്രചരണം മുന്നേറുകയാണ്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രചരണവുമായി ഏറെ മുന്നേറി കഴിഞ്ഞു. ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചരണവും പൂർത്തീകരിച്ചു കഴിഞ്ഞ മുന്നണികൾ വരും ദിവസങ്ങളിൽ കുടുംബയോഗങ്ങളിലേക്കും ഭവന സന്ദർശനത്തിലേക്കും തിരിയും. തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് സ്ഥാനാർത്ഥിമാർ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും സ്വീകരണങ്ങൾ വാങ്ങുകയും എല്ലാം തന്നെ ചെയ്യുന്ന ക്രിയാത്മകമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഘട്ടത്തിലായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി A. സമ്പത്ത് അദ്ദേഹം ഇന്ന് നെടുമങ്ങാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി മുൻപോട്ട് കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് ശേഷം കൊലിയക്കോട് ജംഗ്ഷനിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണ ഘട്ടം അവസാനിക്കുകയും ചെയ്തത്. വിവിധ മേഖലയിലുള്ള തൊഴിലാളികളെയും സാധാരണക്കാരായ ആളുകളെയും എല്ലാം തന്നെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം പോയത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി C. ദിവാകരൻ അദ്ദേഹം വളരെ വേഗതയിൽ തന്നെ തൻ്റെ പ്രചരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അദ്ദേഹം വളരെ മുമ്പിലേക്ക് പോയിരിക്കുന്നു. സിറ്റിംഗ് MP കൂടിയായ ശശി തരൂരിനോട് ഒപ്പം നിൽക്കുന്ന തരത്തിലേക്ക് തൻ്റെ പ്രചരണം ആവേശകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ആയിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളിലെ ദൃശ്യങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് അടുത്തറിയാവുന്ന ഏറെ വ്യക്തികളെയും അദ്ദേഹം തൻ്റെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാർച്ച് 30-ന് ദേശീയ നേതാക്കന്മാരും ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചരണത്തിനായി എത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിലും ഒപ്പം തന്നെ പാറശാല ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലേക്കും ഇന്ന് ശശി തരൂരിൻ്റെ പ്രചരണം പോകുകയുണ്ടായി. വിവിധ മേഖലയിലുള്ളവരെ വ്യക്തിപരമായ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടും എല്ലാം തന്നെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ തൻ്റെ പ്രചരണവുമായി മുൻപോട്ട് പോവുകയാണ്. NDAയുടെ ഏറ്റവും മുതിർന്ന ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന കുമ്മനം രാജശേഖരനും സമാനമായ രീതിയിൽ സംഘടനാ പ്രതിനിധികളെയും ഒപ്പം തന്നെ താഴേക്കിടയിലുള്ള പ്രവർത്തകരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന രീതി തന്നെയായിരുന്നു. എന്തായാലും കടുത്ത ചൂടിനെ വകവയ്ക്കാതെ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണം മുൻപോട്ട് പോകുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തൻ്റെ പരിചിതമായ മണ്ഡലം എന്ന രീതിയിൽ തന്നെ മണ്ഡലത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആറ്റിങ്ങൽ വർക്കല മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ ആണ് ഇന്ന് അരങ്ങേറിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ വർക്കല കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. വലിയ പ്രാതിനിധ്യം ആ മേഖലയിലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് മാത്രമാണ് ഏകദേശം കുറച്ച് പിന്നിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് അവരുടെ പ്രചരണം മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്തെല്ലാം വരും ദിവസങ്ങളിൽ ഇതിനെയെല്ലാം മറികടക്കാനാകുമെന്ന പ്രതീക്ഷ NDA പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികൾ നേരിൽ കാണുകയായിരുന്നു. UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ ചടയമംഗലത്ത് പ്രചരണം നടത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട കശുവണ്ടി ഫാക്ടറികളിലും കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ വോട്ടർമാരെ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി ഫാക്ടറികൾ, കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതായത് തെരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്തും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളും പാർട്ടി പ്രവർത്തകരും സജീവമായി തന്നെ കശുവണ്ടി തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. 5 വർഷത്തിന് മുമ്പ് വരാത്ത ആളുകൾ ഇതൊക്കെ അടച്ചു നടന്ന മിണ്ടാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര നന്നാ പോരായിരുന്നല്ലോ, ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ അടച്ചിട്ടേക്ക് വല്ലതും ചോദിക്കണം, എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കണം വെച്ചാൽ ന്യായമായ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഫാക്ടറി മുഴുവൻ അടച്ച് വ്യവസായം മൊത്തം തകർത്ത ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല കാര്യങ്ങളുമായിട്ട് വരും. എന്തായാലും
നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ. ഏത് ഗവൺമെന്റ് വന്നാലും ജോലി ചെയ്യാതെ പൈസ വേണമെന്ന് നിങ്ങളാരും പറയുന്നില്ല. നമുക്ക് ജോലി കിട്ടണം, ന്യായമായ കൂലി കിട്ടണം, നമ്മളതേ പറയുന്നുള്ളൂ. അല്ലാതെ ആരുടെ അക്കൗണ്ടിൽ വെറുതെ പൈസ തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരും തരാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷം വേണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ ഞാനിത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇത് ഓരോ മേഖലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കശുവണ്ടി മേഖലയിലെ കാര്യങ്ങളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പലർക്കും ചെല്ലുമ്പോൾ നുണപ്രചരണങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാണ് ഇടതുപക്ഷത്തിനെതിരെ. കാര്യം രണ്ടുപേർക്കും വിരോധമാണല്ലോ, ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഇന്ന് ചടയമംഗലത്താണ് അദ്ദേഹം പര്യടനം നടത്തുന്നത്. അദ്ദേഹവും ഇന്ന് കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു അദ്ദേഹവും ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാവുമ്പോൾ മികച്ച വിജയപ്രതീക്ഷയിലാണ് വീണ ജോർജ്. മണ്ഡലത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും വികസനത്തെ മുൻനിർത്തിയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വീണ ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും മത്സരത്തിന് ചൂടേറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് മുന്നിലാണ്. ഇപ്പോൾ വീണ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. മികച്ച പ്രതികരണമാണ് മണ്ഡലങ്ങളിലുടനീളം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ചേച്ചിക്ക് ലഭിക്കുന്നത്, സഖാവിന് ലഭിക്കുന്നത്. എന്തു പറയുന്നു ഈ അവസരത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര വിജയം സൃഷ്ടിക്കും. ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ജനങ്ങളുടെ ആവശ്യം മണ്ഡലത്തിൽ വികസനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഏത് മേഖല എടുത്തു നോക്കി, ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖല, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ. ഇവിടെ ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊരു റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ഇല്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഒട്ടേറെ ആവശ്യങ്ങൾ. ഇപ്പോൾ തിരുവല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തപ്പെടേണ്ട റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഒരു മേൽക്കൂര പോലുമില്ല. മഴ നനഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് അടിസ്ഥാന മേഖലയിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അതിനൊരു മാറ്റം നിശ്ചയമായിട്ടും ഉണ്ടാകണം. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടിയ, കേന്ദ്ര ഫണ്ട് കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളിലും അത് കണ്ടെത്തി കൊണ്ടുവന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക, അതിന് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഇടപെടൽ. ഇപ്പോൾ ഈ 3 വർഷമായി സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന രീതിയിലല്ല. ഇപ്പം നെൽകൃഷി നമ്മൾ വ്യാപകമാക്കി. എത്ര 35,000 40,000 ഹെക്ടർ തരിശു പാടത്താണ് നമ്മൾ കൃഷി ഇറക്കിയത്. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 2500 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കി പ്രാദേശിക ബ്രാൻഡുകളിൽ നമ്മൾ അരി ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കൃഷിയിലേക്ക് ജനങ്ങൾ മടങ്ങുന്ന ഒരു ആവേശകരമായ അനുഭവമുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് ഉണ്ടാകണം, അതിൽ ഇടപെടൽ ഉണ്ടാകണം, അതിന് പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. റബ്ബർ ഈ തകർത്തെറിഞ്ഞത് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ BJP അതേ നയം പിന്തുടരുന്നത്. അപ്പോൾ ഈ റബ്ബർ കർഷകരുടെ ശബ്ദം അവിടെ ഉണ്ടാകണം. ഞങ്ങൾക്കിതാണ് ആവശ്യം, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഇതുണ്ടാകണം. അല്ലാതൊരു പ്രകടനം നടത്തി പോവുകയല്ല, അതിലൊരു കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം ഇനിയെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങി ചെല്ലുന്നത്. അത് നിശ്ചയമായിട്ടും അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. വലിയ പിന്തുണ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി, എല്ലാവിധ വിജയാശംസകളും. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും നല്ലൊരു വിജയം നേടുമെന്ന് തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MLA-മാർ മത്സരിക്കുന്നത് തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മധ്യകേരളത്തിലെ വാർത്ത. ഭരണഘടനാപരവും നിയമപരമായ കാര്യത്തിൽ ഇടപെടാനാകില്ലെന്നും മത്സരിക്കുന്ന വിലക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം MLA-മാർ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട ചെലവുകൾ MLA-മാരിൽ നിന്നും ഈടാക്കണമെന്ന ആവശ്യവും ഹൈക്കോടതി തള്ളുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി സ്വദേശി അശോകൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. MLA-മാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിൽ ഭരണഘടനാപരമായോ നിയമപരമായോ തെറ്റില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ MLA-മാർ മത്സരിക്കുന്നത് വിലക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ
MLA-മാർ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട ചെലവ് MLA-മാരിൽ നിന്ന് ഈടാക്കണം എന്നൊരു ആവശ്യം കൂടി ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. ഹർജിക്കാരന്റെ ഈ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഈ ഹർജിയിലെ നിർദ്ദേശങ്ങൾ ദുരുദ്ദേശപരവും അപ്രായോഗികമാണ് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഒരു സിറ്റിംഗ് MLA അന്തരിച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെലവ് ആര് വഹിക്കും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അത്തരത്തിൽ ദുരുദ്ദേശപരവും അപ്രായോഗികവുമാണ് ഹർജിക്കാരന്റെ ഈ ഹർജിയിലെ നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ MLA-മാർ മത്സരിക്കുന്നത് പൊതു താൽപര്യത്തിന് എതിരാണ് എന്നൊരു വാദം കൂടി ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മത്സരിക്കുന്ന MLA-മാരെ ജനങ്ങൾ തന്നെ തോൽപ്പിക്കുകയില്ലേ? അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലല്ലോ എന്നുകൂടി കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. SNDP കൗൺസിൽ യോഗം ചേർത്തലയിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDP എടുക്കുന്ന നിലപാടുകൾ പിന്നീട് അറിയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ സ്ഥാനാർത്ഥിയാകും. അതേസമയം തന്നെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ടു പോവുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയും KPC പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഇന്ന് ആലപ്പുഴയിലുണ്ടായിരുന്നു. മണ്ഡലം കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവരെത്തിയത്. മണ്ഡലം കൺവെൻഷനുകളുടെ ഉദ്ഘാടനമൊക്കെ തന്നെ ആലപ്പുഴയിൽ പൂർത്തീകരിച്ചു വരികയാണ്. UDF സ്ഥാനാർത്ഥിയുടെ LDF സ്ഥാനാർത്ഥിയുടെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് ഇന്ന് മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ കൂടെയായിരുന്നു സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു പല പ്രദേശങ്ങളിലും ആരിഫിന് സ്വീകരണം നൽകിയത്. കിഴക്കൻ മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുമൊക്കെ തന്നെ വളരെയധികം ആവേശമായിരുന്നു സ്വീകരണ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്ഥാനാർത്ഥിക്ക് കിരീടവും മറ്റും നൽകിക്കൊണ്ടാണ് പല മേഖലകളിലും സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് SNDPയുടെ നിലപാടുകളുമായിട്ട് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നു. SNDPയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേർത്തലയിൽ നടന്നിരുന്നു. ഈ കൗൺസിൽ യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവരെല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. തുഷാർ മത്സരിക്കുന്നതിൽ കൗൺസിലിൽ എതിർപ്പില്ല എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് താൻ മത്സരരംഗത്ത് നിന്നും മത്സരിക്കുമ്പോൾ താൻ SNDPയുടെ ഭാരവാഹിത്വം ഒഴിയേണ്ട എന്നുള്ളൊരു നിലപാടാണ് SNDP ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ അത്തരം ഒരു നിലപാടുമായിട്ട് മുൻപോട്ട് പോകും. ഇനി ഭാവിയിൽ മത്സരരംഗത്തുള്ള താൻ SNDPയുടെ ഭാരവാഹിത്വം ഒഴിയണമെന്ന് പറഞ്ഞാൽ അതിനും താൻ തയ്യാറാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. എന്തായാലും തുഷാർ മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും മകനായ തുഷാറിന് വേണ്ടി താൻ പ്രചരണ രംഗത്തുണ്ടാവില്ലെന്നും അല്ലെങ്കിൽ NDAയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് താൻ അഭ്യർത്ഥിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശനും പറയുകയുണ്ടായി. കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും സമദൂരമാണ് SNDPയുടെ ഭാഗത്ത് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് പ്രവർത്തകർക്കിടയിലുള്ളതും. എല്ലാവർക്കും SNDPയുടെ പിന്തുണ ഉണ്ടാകും. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യണം എന്നൊരു നിലപാടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായി. തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വത്തിലുള്ള കൗൺസിൽ യോഗം ചേർത്തലയിലാണ് നടന്നത്. ഈ ചേർത്തലയിൽ നടന്ന കൗൺസിൽ യോഗത്തിനിടയിലാണ് തുഷാർ മത്സരിക്കുന്ന കാര്യവും പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം താൻ വയനാട്ടിലോ തൃശ്ശൂരോ മത്സരിക്കുമെന്നായിരുന്നു തുഷാർ പറഞ്ഞതെങ്കിലും തൃശ്ശൂരിൽ മത്സരിക്കുമെന്നുള്ള ഉറപ്പാണ് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. അതേസമയം UDFന്റെ പ്രചരണം 2ാം ഘട്ടത്തിലും BJP പ്രചരണത്തിൽ ആദ്യഘട്ടത്തിൽ മാത്രവുമാണ്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയതാണ് ഈ UDFന്റെയും BJPയുടെയും പര്യടനം വൈകാൻ കാരണം. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രചാരണ രംഗം ചൂടുപിടിപ്പിച്ച് മുന്നേറുകയാണ് 3 മുന്നണികളും. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആദ്യ 2 ഘട്ട പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ പൊതുപര്യടനത്തിലാണ്. 3ാം ഘട്ടത്തിൽ ഇന്നലെ കോതമംഗലത്തും ഇന്ന് തൊടുപുഴ കേന്ദ്രീകരിച്ചുമാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത്. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ജനോപകരമായിട്ടുള്ള ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സിറ്റിംഗ് MP കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റേ ആർക്കും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിറഞ്ഞ പിന്തുണയാണ് ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഇടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPIMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുന്നു എന്നുള്ള വാർത്ത കൂടി എത്തുന്നു. അവരുടേതായ തീയതികൾ, അവർ പങ്കെടുക്കുന്ന തീയതികൾ ഉൾപ്പെടെ കൃത്യമായി ചാർട്ട് ചെയ്തു വരുന്നു. അത് വലിയൊരു ആവേശം തന്നെയാണ് ഇടത് ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തുന്നുണ്ട്. അതിന്റെ ഒരു വലിയ ആവേശം മണ്ഡലത്തിൽ എങ്ങുമുണ്ട്, ഇടത് പ്രവർത്തകർക്ക് ഉണ്ട്.
പര്യടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടരുന്നു. അതോടൊപ്പം തന്നെ നാളെ സ്ഥാനാർത്ഥി ഉച്ചയോടുകൂടി കളക്ടറേറ്റിൽ എത്തിക്കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അതേസമയം തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ രണ്ടാം ഘട്ട പര്യടനത്തിലാണ്. ഇന്നലെയായിരുന്നു തൊടുപുഴ മണ്ഡലം കൺവെൻഷൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് പീരുമേട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നത്. പീരുമേട് മണ്ഡലം കൺവെൻഷൻ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നാളെ ദേവികുളം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന്റെ വോട്ടഭ്യർത്ഥന. NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെ വൈകിയത് കൊണ്ട് തന്നെ NDAയുടെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ തന്നെയാണ് എന്ന് പറയാം. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ എത്തി. ബിജു കൃഷ്ണൻ എന്ന BDJSന്റെ സ്ഥാനാർത്ഥിയാണ് ഇടുക്കിയിൽ ജനവിധി തേടുന്നത്. അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെയാണ് തൊടുപുഴ മണ്ഡലം കൺവെൻഷൻ. NDAയുടെ കൺവീനർ കൂടിയായിട്ടുള്ള BDJSന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന മണ്ഡലം കൺവെൻഷൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായിക്കൊണ്ട് പ്രചാരണ രംഗം കൊഴിപ്പിക്കാൻ തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും തീരുമാനം. മലബാറിൽ വയനാടായിരുന്നു ഇന്നും വാർത്താ കേന്ദ്രം. സ്ഥാനാർത്ഥി ആരെന്ന് പോലും അറിയാതെ പ്രചാരണ രംഗത്ത് കുഴങ്ങിയിരിക്കുകയാണ് UDF പ്രവർത്തകർ. അതിനിടെ ഗ്രൂപ്പ് പോരും മൂർച്ഛിച്ചതോടെ സുൽത്താൻ ബത്തേരിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടിച്ചു പിരിഞ്ഞു. വയനാട്ടിൽ നിന്നും അനൂപ് KR തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഹുലിന്റെ തീരുമാനം നീളുന്നു. ഇന്നു പ്രതീക്ഷിച്ച തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടക്കുകയാണ്. UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞ നിലയിലാണ്. പ്രവർത്തകരിൽ അസംതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർമാരുടെ പേരിൽ വരെ ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തുവരുന്നു. യോഗങ്ങളിൽ ബഹളവും കൂക്കിവിളിയും. ജയിക്കാൻ പോകുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. നിർത്തട്ടെ. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കാണിക്കാൻ പാടില്ല, കാണിക്കരുത്. ആരാലും ഇനിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ജില്ലയിലെ UDF നേതാക്കൾ. ഇനി രാഹുൽ പിന്മാറുകയാണെങ്കിൽ അത് പ്രചരണ പ്രവർത്തനങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നാണ് അവരുടെ ആശങ്ക. അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി വരണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവായി ഉണ്ടാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. ആ ഒരു അഭിപ്രായം വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം വരുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മണ്ഡലത്തിലെത്തിയ T സിദ്ദിഖിനെ ജില്ലയിലെ ഗ്രൂപ്പ് പ്രമുഖർ ഇതുവരെ മനസ്സാ സ്വീകരിച്ചിട്ടില്ല. രാഹുൽ എത്തിയില്ലെങ്കിൽ രക്ഷയില്ലെന്നാണ് അവരുടെ അഭിപ്രായ വ്യത്യാസം ഉൾക്കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നേതൃത്വമായി ആലോചിച്ച് കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ള തീരുമാനം എടുക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി PP സുനീർ വയനാട്ടിലെ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ഇപ്പോൾ ഏറനാടാണുള്ളത്. മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും വലിയ മേധാവിത്വമാണ് പ്രചാരണത്തിൽ LDF നേടുന്നത്. NDAയും വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കണ്ണൂർ കേളകം സ്വദേശി പൈലി വാദ്യാട്ടാണ് NDA സ്ഥാനാർത്ഥി. ആലത്തൂരിൽ ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് LDF സ്ഥാനാർത്ഥി PK ബിജു. അതേസമയം ആദ്യഘട്ട പ്രചാരണത്തിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആലത്തൂരിൽ നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് അതിർത്തി മുതൽ ചേലക്കര വരെ 2 ജില്ലകളിലായി നീണ്ടുകിടക്കുന്ന ആലത്തൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ സജീവമായ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 3 മുന്നണി സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. പ്രചാരണങ്ങളുടെ ഒരു പൊതുചിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ ഇടതു മുന്നണിക്ക് തന്നെയാണ് മേൽക്കൈ. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതോടെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെയധികം മുന്നിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ PK ബിജു പ്രചാരണ പ്രവർത്തനങ്ങളുടെ 3ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളെ കണ്ടും വോട്ടുറപ്പിച്ച PK ബിജു ബൂത്ത് തല പര്യടനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ബൂത്ത് തല പര്യടനം ആരംഭിച്ചത്. നിലവിൽ തരൂർ, ചിറ്റൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്ത് തല പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു ബൂത്ത് തല പര്യടനം ഉണ്ടായിരുന്നത്. ആകെ 31 കേന്ദ്രങ്ങളിലെത്തി ബൂത്ത് തല പര്യടനത്തിൽ പങ്കെടുത്തു. ഓരോ ബൂത്തിലും നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം.
3 ഘട്ടങ്ങളിലായാണ് ഈ ബൂത്ത് തല പര്യടനവും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഘട്ടങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 1135 ബൂത്തുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി നേരിട്ടെത്തും. അതേസമയം തന്നെ രമ്യ ഹരിദാസ് മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ്, പ്രമുഖ വ്യക്തികളെ നേരിട്ട് കാണുകയാണ്. UDFന്റെ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ഇപ്പോഴും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റ് പ്രാദേശിക കൺവെൻഷനുകൾ നടക്കും. ഈ മേഖലകളിലെല്ലാം തന്നെ ഓരോ ഘട്ടത്തിലും മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെത്തി വളരെ സജീവമായി തന്നെ മത്സര രംഗത്ത് നിലനിൽക്കാനാണ് UDFന്റെ ശ്രമം. കഴിഞ്ഞ ദിവസം മുതൽ NDA സ്ഥാനാർത്ഥി TV ബാബുവും പ്രചാരണ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. പ്രമുഖ വ്യക്തികളെയും നേരിട്ട് കണ്ടും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടും വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് TV ബാബു. ഇന്ന് ചിറ്റൂർ, നെന്മാറ NDAയുടെ മണ്ഡലം കൺവെൻഷനുകൾ നടന്നു. ഏതായാലും വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി ദേശീയ സംസ്ഥാന നേതാക്കളടക്കം മണ്ഡലത്തിലെത്തും. ഇതോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം വളരെ സജീവമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കും. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനു 3 വട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കി കുടുംബയോഗങ്ങളിലേക്ക് കടന്നു. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. മലപ്പുറത്ത് നിന്നും KT സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനു ഒരു ദിവസം പോലും വെറുതെ കളഞ്ഞിട്ടില്ല. നഗരങ്ങളും ക്യാമ്പസുകളും ഇളക്കിമറിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ക്രമീകരിച്ചിരുന്നത്. 3 വട്ട മണ്ഡല പര്യടനം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് LDF നടത്തി വന്നത്. 3 വട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കി. ഇപ്പോൾ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇവരോട് പറയാനുള്ളത്, മെയ് 23-ന് ശേഷം നമുക്ക് ഇവിടെ തടസ്സമില്ലാതെ വികസനം നടക്കുന്ന ഒരു മണ്ഡലമാക്കി നമ്മുടെ മലപ്പുറത്തെ മാറ്റണം. ഏറ്റവും പിറകിൽ നിന്ന് എണ്ണുന്ന പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്ന പേരുദോഷം നമുക്ക് മാറ്റിയെടുക്കണം. അതിന് നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കാൻ, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ എന്നെയും ചേർക്കണമെന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത്. ഇപ്പോൾ പ്രധാനമായും കുടുംബയോഗങ്ങളിൽ, കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുള്ള കുടുംബയോഗങ്ങളിലാണ് LDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി ആദ്യവട്ട മണ്ഡല പര്യടനം ഇന്നലെയാണ് പൂർത്തീകരിച്ചത്. വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ പരിമിതമായ ദിവസങ്ങളിൽ മാത്രമാണ് PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിലുണ്ടായിരുന്നതെങ്കിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് UDF ക്രമീകരിച്ചിരിക്കുന്നത്. കുടുംബയോഗങ്ങളും മറ്റും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇരു മുന്നണികളുടെയും പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തും. ഇത് കൂടുതൽ ആവേശമുണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ SDPI, PDP, BJP സ്ഥാനാർത്ഥികളും അവരുടെ സാധ്യതകളും ചൂടും ഒന്നും പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് കൃത്യമായി PK കുഞ്ഞാലിക്കുട്ടിയുടെ പാർലമെന്റിലെ നിർണായക സമയങ്ങളിലുള്ള അസാന്നിധ്യം, അതുപോലെ മുത്തലാഖ് ബില്ലിൽ വോട്ടെടുപ്പിന്റെ സമയത്ത് നിന്ന് വിട്ടുനിന്നത്, SDPI കൂടിക്കാഴ്ച, അതോടൊപ്പം UDFുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, ഇങ്ങനെ രാഷ്ട്രീയമായി തന്നെ നിരവധി പ്രശ്നങ്ങളെ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. മലബാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാർത്തകളും അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.